ഹായ് എവരി വൺ, വെൽക്കം ടു ദി നട്ടപ്പാതിര വീഡിയോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മളിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഇൻസിഡൻസ് ആണ് കേരളത്തിൻ്റെ കോസ്റ്റൽ ലിമിറ്റ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 14 ദിവസത്തെ ഗ്യാപ്പിൽ 2 ഫീഡർ ഷിപ്പുകൾ അപകടത്തിൽപ്പെടുകയാണ്. കോൺസ്പിറസി ഒരുപാടുണ്ട്. അപകടത്തിൽപ്പെടുത്തിയതാണോ, അപകടത്തിൽപ്പെട്ടതാണോ, കോയിൻസിഡൻസ് ആണോ, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ഒരു രീതിയിലുള്ള ഐഡിയ ഇല്ല. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെൻ്റെ ഓർമ്മയിലോ അല്ലെങ്കിൽ കേട്ട് കേൾവിയിലോ എവിടെയും കേരളത്തിൻ്റെ തീരത്തോട് ചുറ്റിപ്പറ്റിയിട്ട് ഇത്രയും വലിയൊരു കപ്പൽ അപകടം ഇല്ല. ഇപ്പം ഈ റീസെൻ്റ്ലി നടന്ന 2 അപകടങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അപകടത്തിൻ്റെ ന്യൂസോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടുന്നത്. അപ്പം 14 ദിവസത്തിൻ്റെ ഉള്ളിൽ 2 അപകടമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ തന്നെ ഇപ്പം ഉണ്ടായ NV-1503 ഭയങ്കര സീരിയസ് സാധനമാണ്. നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്ന MSC എൽസ 3 പോലെയല്ല. ഇപ്പോൾ കടലിൻ്റെ അടിത്തട്ടിലുള്ള MSC എൽസ 3 ഉണ്ടാക്കിയൊരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഒന്നുമില്ല, അതിനേക്കാൾ ഒരുപാട് ഇരട്ടി ഒരു കേരളത്തിന് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ളൊരു സാധനമാണ് NV-1503. കത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തി ലാസ്റ്റ് അതിന് എന്ത് സംഭവിക്കുന്നുള്ളത് ഇനി നമുക്ക് വരും മണിക്കൂറുകളിലെ മനസ്സിലാവുള്ളൂ. ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള കാർഗോ ആണ്. എന്താണെങ്കിലും ഇതിനകത്തുള്ളത് 4 കാറ്റഗറി തിരിച്ചിട്ടുണ്ട്: 3, 4, 4.1 ആൻഡ് 6. അതിൽ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ഉണ്ട്, ഫ്ലെയിമബിൾ സോളിഡ്സ് ഉണ്ട്. ക്ലാസ് 3 ടോക്സിക് ആൻഡ് ഇൻഫേഷ്യസ് സബ്സ്റ്റൻസുകളുണ്ട്. അതിൽ തന്നെ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടാസ്യം സയനൈഡ്, മെർക്കുറി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് ശ്വസിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇൻഹെയിൽ ചെയ്താൽ തന്നെ ഹ്യൂമൻ നമ്മുടെ സിസ്റ്റം മൊത്തം അടിച്ചു പോകും വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് എന്നൊക്കെയാണ് പറയുന്നത്. സോ അത്രയും ബയോ ഹസാഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഉള്ള ഒരു ഫീഡർ ഷിപ്പാണ് ഇപ്പം കത്തി അമർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ന്യൂസിൽ കണ്ടു കാണും, കേട്ട് കാണും. ഞാനിവിടെ ഇന്ന് ഈ ടോപ്പിക്കിൽ വെക്കുന്നത് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഇപ്പോൾ വിഴിഞ്ഞം പോലത്തെ ഒരു വലിയ പ്രൊജക്റ്റ് ഈസ് അപ്പ് ആൻഡ് റണ്ണിങ്, വെൽ ആൻഡ് ഗുഡ്, ഫൈൻ. കാരണം കേരളത്തിന് വളർച്ച വേണം, ഇൻഫ്രാസ്ട്രക്ചർ വളരണം, അതിന് വിഴിഞ്ഞം പോലത്തെ ഒരു പോർട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട്. പക്ഷെ ഇനി നമ്മൾ പഠിക്കണം. കാരണം ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ, ഒരു കപ്പൽ ദുരന്തം ഉണ്ടായാൽ, ഹൗ വി ആർ ഗോയിങ് ടു റിയാക്ട്, എന്തൊക്കെ പ്രിക്വേഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ആൻഡ് ഓബിയസ്ലി ഇങ്ങനൊരു ദുരന്തം നമ്മുടെ കേരള കോസ്റ്റൽ ലിമിറ്റ്സിൽ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റിന് ആര് പേ ചെയ്യും? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഞാനൊരു ന്യൂസ് കണ്ടതേ. നമ്മളെ ഗവൺമെൻറ് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ ലിറ്ററലി ഞെട്ടിപ്പോയി. കാരണം അത് അങ്ങനെയല്ലല്ലോ. ഏതാണോ കമ്പനി, ഏത് കമ്പനീൻ്റെ ഷിപ്പാണോ, ദേ ഹാവ് ടു പേ. അവരുടെ ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി ഇല്ലാതെയാവുന്നു, അവർക്ക് കടലിൽ പോകാൻ പറ്റാതെയാവുന്നു, നമ്മളെ മത്സ്യസമ്പത്ത് ഇല്ലാതെയാവുന്നു. ഇപ്പോൾ ഒരു ഷിപ്പ് നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ കാറ്റ് വീശി പുകയെങ്ങാണ്ട് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് ശ്വസിച്ച ആളുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. 100 കണക്കിന് പ്രശ്നങ്ങളാണ് കേരളത്തിൻ്റെ തീരത്ത് ഇനി ആളുകൾ അനുഭവിക്കാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചുമ്മാ വിഴിഞ്ഞം അദാനി എന്നൊക്കെ പറഞ്ഞ് ഇൻഷുറൻസ് കിട്ടുന്നത്, ഇതൊന്ന് വണ്ടി ഇടിച്ചതാ റോട്ടിൽ, ഇൻഷുറൻസ് കിട്ടുന്നവരെ കാത്തിരിക്കാൻ. ആദ്യം നമുക്ക് ആ ന്യൂസ് നോക്കാം. നിയമ തടസ്സങ്ങളൊന്നും ഇല്ല അനൂപ്. ഈ സംഭവത്തിൽ കേസെടുക്കാൻ, ഒരു ക്രിമിനൽ കേസുമായി മുന്നോട്ട് പോകാൻ അതിനാവശ്യത്തിന് വകുപ്പുകളുണ്ട്. ഈ കോസ്റ്റൽ പോലീസിന് അതിനുള്ള അധികാരവുമുണ്ട്. നിലവിലുള്ള വിജ്ഞാപനം പ്രകാരം 200 നോട്ടിക്കൽ മൈൽ അകലെ വരെ ഇതുപോലെ കപ്പൽ അപകടങ്ങളോ നമ്മുടെ തീരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കാനും അതിന് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാനുമുള്ള ഒരു അനുമതി ഇവിടെ കോസ്റ്റൽ പോലീസിനുണ്ട്. അതനുസരിച്ച് ഫോർട്ട് കൊച്ചിയിലുള്ള കോസ്റ്റൽ പോലീസിന് ഇതിൽ കേസ് എടുക്കാമായിരുന്നു. പക്ഷേ കേസ് എടുക്കേണ്ട എന്നൊരു നിലപാട് സർക്കാർ ഈ കപ്പൽ മുങ്ങി 4-ാം ദിവസം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 25-ന് കപ്പൽ മുങ്ങി, അടുത്ത 2 ദിവസം കഴിഞ്ഞ് 28-ാം തീയതിയാണ് ഷിപ്പിംഗ് മന്ത്രാലയം മാധ്യമങ്ങളോട് സംസാരിച്ച് ഇതിൽ ഒരു ഓപ്പറേഷണൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഇറർ ഉണ്ട്, ബല്ലാസ്റ്റ് ടാങ്കുകളിൽ വെള്ളം നിറച്ചതടക്കം കപ്പൽ വിഴിഞ്ഞത്തുനിന്ന് പുറപ്പെട്ടത് മുതലുള്ള ഓപ്പറേഷണൽ മിസ്റ്റേക്ക്
നാവിഗേഷനുള്ള പ്രശ്നം കാരണം ഉള്ള ക്യാപ്റ്റന്റെ പിഴവ്, ഇത്തരം പിഴവ് കാരണമാണ് ഇങ്ങനെ പടുകൂറ്റനൊരു കപ്പൽ കടലിൽ താഴുകയും അതിലെ കണ്ടെയ്നറുകൾ തീരത്തേക്ക് ഇതുപോലെ വന്നടിയുകയും അതിൽ വിഷാംശങ്ങളും രാസവസ്തുക്കളും ഒക്കെയുള്ള കാര്യങ്ങൾ തീരത്തേക്ക് വരികയും ഒക്കെ ചെയ്തത്. എന്നാൽ 29-ന് ചീഫ് സെക്രട്ടറിയും ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറലും മുഖ്യമന്ത്രിയും അടക്കം പങ്കെടുത്ത യോഗത്തിൽ പറഞ്ഞ തീരുമാനങ്ങൾക്കൊടുവിലാണ് ആ പ്രസ് നോട്ടിൽ പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഇങ്ങനെയാണ്: MSC ഈസ് എ റെപ്യൂട്ടഡ് കമ്പനി വിച്ച് പാട്രോണൈസ് ദ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. അതായത് MSC എന്നത് ഈ സീപോർട്ടിന് വളരെ വേണ്ടപ്പെട്ട ഒരു കമ്പനിയാണ്. വിഴിഞ്ഞം തുടങ്ങി കുറച്ചു കാലം ആയിട്ടേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇന്നും ഓരോ കപ്പൽ വരുന്നുണ്ട്. അതുകൊണ്ട് MSCയെ പിണക്കി അവർക്കെതിരെ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്ന ഒരു തീരുമാനത്തിലാണ് സർക്കാർ. കേസ് എടുക്കുന്നതിന് പകരം ക്ലെയിം ചോദിച്ച് പണം വാങ്ങിച്ചാൽ മതി. ഈ നഷ്ടപരിഹാരം എന്ന രീതിയിൽ ഒരു ചെറിയ അപകടം നടന്നു എന്ന രീതിയിൽ ഒരു ക്ലെയിം ചോദിച്ചാൽ മതി എന്നതാണ്. ആ ക്ലെയിമിന് വേണ്ടി മാക്സിമം പിടിമുറുക്കാമെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ കേസിന്റെ കാര്യമില്ല എന്ന്. എന്നാൽ കേസ് എടുക്കുന്നതിന് തടസ്സമില്ല എന്ന് മാത്രമല്ല, മുൻപ് കേസെടുത്ത ചരിത്രവുമുണ്ട്. മുംബൈയിലൊക്കെ ഇതുപോലെ കപ്പൽ മുങ്ങി MSCക്കെതിരെ അവിടെ തൊട്ടടുത്ത നിമിഷം കേസെടുത്തിരുന്നു. മറ്റ് രാജ്യങ്ങളിൽ കേസെടുത്ത് ഇന്ത്യയിൽ നിന്നുള്ള ക്യാപ്റ്റൻ അടക്കം ജയിലിൽ കിടന്ന അവസ്ഥയുണ്ട്. അതുപോലെയുള്ള സംഭവം അതിനേക്കാൾ ഗുരുതരമാണെന്ന് വേണം പറയാൻ. കാരണം ഇപ്പോഴും ആ കപ്പൽ മുങ്ങി അതിൻ്റെ എണ്ണയടക്കം പുറത്തേക്ക് വന്നിട്ടില്ല. അത് എടുക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല. അതിനൊപ്പം തന്നെ ആ കപ്പലിനുള്ളിലുള്ള ഇപ്പോഴും കടലിനടിയിൽ കിടക്കുന്ന കണ്ടെയ്നറുകളിൽ എന്താണ് എന്ന കാര്യം വ്യക്തമല്ല. അതിലിപ്പോഴും ഗുരുതരമായ രാസവസ്തുക്കൾ, അത് കടലിനെ ഇന്നോ നാളെയുമല്ല വരുന്ന ഭാവിയിലൊക്കെ മലിനമാക്കുന്ന പ്രശ്നമുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിതത്തെ തന്നെ താറുമാറാക്കുന്ന സംഭവമുണ്ട്. സർക്കാർ ഇതൊരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് പണം നൽകിയതാണ്. ഇതിനൊപ്പം തന്നെ ഇവർക്ക് ഈ കപ്പൽ എടുക്കാനും അതിലുള്ള സാധനങ്ങൾ പുറത്തെടുക്കാനും ഒക്കെ സർക്കാർ പണം ചെലവിട്ടതാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഒരു കേസെടുക്കാതെ ക്ലെയിം ചോദിച്ച് കമ്പനി കിട്ടുന്ന പൈസ ഇങ്ങോട്ട് കൊണ്ടുതരും എന്നൊരു അവസ്ഥയിലാണ് സർക്കാർ നിൽക്കുന്നത് എന്നതാണ്. അതെങ്ങനെ ഇരിക്കുന്നത്? ക്ലെയിം കൊടുത്ത് ഇൻഷുറൻസ് പൈസ വരുമ്പോൾ അതൊന്ന് പൈസ കിട്ടിക്കോട്ടെ എന്നുള്ള സർക്കാരിൻ്റെ നല്ല ഒന്നാന്തരം മൂഞ്ചൽ. അല്ലാതെ ഞാൻ എന്ത് പറയണ്ടേ? ഇതിലൊക്കെ എന്താ പറയുക, പരിസ്ഥിതി ആഘാതം വരുമ്പോൾ അതിൽ കേസ് എടുക്കാം. ഓക്കെ, കേസെടുക്കാൻ വകുപ്പ് ഇവിടെ ഉണ്ട്. എന്നിട്ട് പോലും ഇവിടെ കേസെടുക്കാൻ പറ്റുന്നില്ല. വൈ അതാണ് അവിടെ വിഴിഞ്ഞം പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അദാനിയോട് ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന MSCയുടെ ഒരു മദർ ഷിപ്പ് കൂടി ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. സോ കാര്യങ്ങൾ കുറച്ച് സീനാണ്. സർക്കാരിനെ കൊണ്ട് ഇതിനൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി ഇതിനിടയിൽ നമ്മുടെ കേരള മാരിടൈം ബോർഡിൻ്റെ KMBയുടെ ചെയർമാനായിട്ടുള്ള NS പിള്ളൈ, ഓക്കെ, അങ്ങേരോട് സെയിം ക്വസ്റ്റ്യൻ മീഡിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഗവൺമെൻറ് റെസ്പോൺസിബിൾ അല്ല? ഓക്കെ, എന്തുകൊണ്ട് ഗവൺമെൻറ് റെസ്പോൺസിബിൾ അല്ല ഈ വിഷയത്തിൽ കേസെടുക്കാമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൂടി ഉണ്ട് കേട്ടോ. നിലവിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ എൽസയുടെ കാര്യത്തിലാണെങ്കിലും ഒരു ക്ലെയിമിനാണ് മുന്നോട്ട് പോകുന്നത്. ഇൻഷുറൻസ് ക്ലെയിമിനുള്ള സാധ്യത സാമ്പത്തികമായിട്ട് എങ്ങനെ ആനുകൂല്യം നേടിയെടുക്കാനാണ് ചിന്തിക്കുന്നത്. അപ്പോൾ മറ്റ് നിയമ നടപടികളുടെ സാധ്യത കുറവാണല്ലേ? ഇല്ല, അതായത് നമുക്ക് കേരള ഗവൺമെന്റ് ഇപ്പോൾ ഈ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ ഉണ്ടല്ലോ, ഈ കണ്ടെയ്നർ തീരത്തടിഞ്ഞു, അത് പ്ലാസ്റ്റിക് പല്ലറ്റ്സ് ഉൾപ്പെടെ ഒരുപാട് വസ്തുക്കൾ വന്നിട്ടുണ്ട്. ഇത് കരയിൽ നിന്ന് പൊല്യൂഷൻ ഉണ്ടാക്കാതെ, അതേപോലെ മറ്റ് കണ്ടെയ്നർ നമ്മുടെ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയുടെ സുഗമമായ ഗതാഗതത്തെ തടയാതെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുന്നതിന് കേരളത്തിന്റെ സംസ്ഥാന ഗവൺമെന്റ് വിവിധ ഏജൻസികൾ അത് ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു കോസ്റ്റ് ഉണ്ടെങ്കിൽ ആ കോസ്റ്റ് എത്രയാണെന്ന് കൃത്യമായിട്ട് കണക്കൂട്ടി അവർ ക്ലെയിം ചെയ്താൽ അത് കപ്പൽ കമ്പനിക്ക് എല്ലാ കമ്പനികൾക്കും പ്രൊട്ടക്ഷൻ ആൻഡ് ഇമിഗ്രേഷൻ ഇൻഡംനിറ്റി എന്ന് പറയുന്ന ഇൻഷുറൻസ് ഉണ്ട്. ആ പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഷുറൻസിനകത്ത് പൊല്യൂഷൻ പോലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടപടി എടുത്താൽ അതിന്റെ കോസ്റ്റ് ഇൻഡംനിഫൈ ചെയ്യും. അപ്പോൾ ആ ക്ലെയിം കൊടുത്താൽ സ്വാഭാവികമായിട്ട് ആ ക്ലെയിം അവർ കപ്പൽ കമ്പനി നേരിട്ടോ അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് വഴിയോ നമുക്കത് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ പക്ഷേ അവർ തരാത്ത അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റിന് കപ്പൽ കമ്പനിക്കെതിരെയും ഈ P&D ക്ലബ് എന്ന് പറയുന്ന ഏജൻസിക്കെതിരെയും നമ്മൾക്ക് അത്യാവശ്യം രാജ്യത്തെ മാരിടൈം നിയമങ്ങൾ അനുസരിച്ച് കേസിന് പോകാം. അങ്ങനെ അവസ്ഥ വരാതെ അവർ ആ പണം ഗവൺമെന്റ് ക്ലെയിം കൊടുത്താൽ തരും. ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ചെയ്യുന്നു, അവർ എത്ര രൂപ അവർക്ക് ചെയ്യുന്നത് പ്രൈവറ്റ് ഷിപ്പാണ്, ഒരു പർച്ചൻ ഷിപ്പാണ്. അതിനുവേണ്ടി ഇവർ എത്ര ലക്ഷം രൂപയായിരിക്കും ഇപ്പോൾ നേവിയും ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും അതെല്ലാം അവർ ക്ലെയിം ചെയ്യും. ആ ക്ലെയിം അവർക്ക് കിട്ടും. അതിനെല്ലാം ഇൻഷുറൻസ് കവറേജ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അങ്ങേരും പറയുന്നത് എന്താ, വെയിറ്റ് ചെയ്യാം, തരും. ഔദാര്യം പോലെ അവർ തരുമല്ലോ, തരാതിരിക്കില്ലല്ലോ അവർ. ഒന്ന് മുങ്ങിയത് ഒരു 28 വർഷം പഴക്കമുള്ള ഒരു കപ്പൽ, ഇന്ന് മുങ്ങിയത് തീ പിടിച്ചത് 20 വർഷത്തിനോടടുപ്പിച്ച് പഴക്കമുള്ള ഒരു കപ്പൽ. അപ്പോൾ അവർക്കത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി നശിക്കണം എന്നുള്ള രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് നിന്നാ പിടിച്ചോ സെറ്റപ്പാക്കി തരാമെന്ന് പറഞ്ഞ് വിട്ടതാണെങ്കിൽ അതിനൊരു ചാൻസ് ഇല്ലേ? ഇപ്പം അതെന്തോ അത് കോൺസ്പിറസീസ് അവിടെ നിൽക്കട്ടെ. ഞാൻ ആലോചിക്കുന്നത്
ഇവരിത് ഇത്ര കൂളായിട്ട് തരും, ക്ലെയിം ചെയ്യാതിരിക്കില്ലല്ലോ, ക്ലെയിം തരാതിരിക്കില്ലല്ലോ. നമുക്ക് വരുന്ന കോസ്റ്റുകൾ നമുക്ക് എഴുതി കൊടുക്കാം. ഈ ബ്ലഡി ഇവിടെ ഈ പറഞ്ഞ കോസ്റ്റ് മൊത്തം ചിലവായ സർക്കാർ സംവിധാനങ്ങളുടെ കാര്യം നിങ്ങൾ വിട്. തീരദേശത്ത് കടലിനോട് മാത്രം എന്താ പറയുക ഉപജീവന മാർഗം മുന്നിൽ കണ്ട് കടലിൽ പോയി കടലിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ഇവിടെ അല്ലേ. ഇപ്പം ഈ ജൂലൈ ലാസ്റ്റ് വരെ എങ്ങാണ്ട് ട്രോളിംഗ് ആണ്. അത് പോട്ടെ, ഇനി അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ, നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും, കടലിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള ജീവിതങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? പെട്ടെന്ന് ഏതെങ്കിലും രീതിയിലുള്ളൊരു എൻവയോൺമെൻ്റൽ ഇഷ്യൂ ഔട്ട്ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം പിന്നെ ഈ കപ്പൽ കമ്പനികളോട് ചോദിച്ചു തന്നിട്ട് ഒരു കാര്യമില്ല. കേസ് എടുക്കേണ്ടത് ഇമ്മീഡിയറ്റ് കേസ് എടുക്കണം, അത് ഇൻഷുറൻസിന് കാത്തുന്നിട്ട് കാര്യമില്ല. ബിക്കോസ് ഈ കപ്പൽ കമ്പനികൾക്ക് ഇതൊക്കെ ഡീൽ ചെയ്തിട്ട് അറിയാം, എസ്പെഷ്യലി MSCക്കൊക്കെ ഇത് ഡീൽ ചെയ്തിട്ട് അറിയാം. മനസ്സിലായോ? അവർ ചുമ്മാ മറ്റേ പേപ്പർ കപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ബോട്ടുണ്ടാക്കിയിട്ട് വെള്ളത്തേക്ക് ഇറക്കി വിടുന്ന പരിപാടി ഇല്ലല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അറിയാതെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. മനസ്സിലായോ? സർക്കാർ ഇവിടെ ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് കേസൊന്നും എടുക്കാതെ തരും ഔദാരി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുമ്പോഴത്തേക്ക് അവർ പരിപാടികൾ വേറെ നീക്കും. നിങ്ങൾ ഇതിൽ നമ്മൾ 24-ൻ്റെ ചർച്ചയിൽ അഡ്വക്കേറ്റ് ജോയ് തട്ടിൽ ഈ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നിങ്ങൾ കേൾക്ക്. ഈ MSC ആണെങ്കിലും വാൻഹായ് ആണെങ്കിലും അവരുടെ അഭിഭാഷകർ മോസ്റ്റ് പ്രോബബ്ലി ലണ്ടൻ ബേസ്ഡ് ലോയേഴ്സാണ്. അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രപ്പോസൽ നോർമലി ഇറ്റ് ഹാപ്പൻസ് ഓൾസോ എയ്തർ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ വെയിൽസ് അല്ലെങ്കിൽ യൂറോപ്പിൽ അവരുടെ ബിൽ ഓഫ് ലേഡിങ്ങിൽ ഉള്ള ജൂറിസ്ഡിക്ഷനിൽ അവർ കോടതിയിൽ അപ്രോച്ച് ചെയ്ത് അവർ ഒരു ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ വാങ്ങിക്കും. അതിലുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതാണ് അതിൻ്റെ പ്രോസസ്സ്. അവർ ഒരു ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ ഒരു ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നോ അവർ ഒരു ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ വാങ്ങിക്കുകയും ആ ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ മീൻസ് ഇവരുടെ മറ്റ് കപ്പലുകൾ ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് മറ്റാർക്കും ഈ രാജ്യത്തെവിടെയും ഈ മറ്റ് കപ്പലുകൾക്ക് എഗെയിൻസ്റ്റായിട്ട് ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ക്ലെയിം റേസ് ചെയ്യാനോ സാധിക്കില്ല. ആ പെർട്ടിക്കുലർ കോടതിയിൽ, അതായത് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിലാണെങ്കിൽ ആ കോടതിയിൽ ഇവരുടെ ഇൻഷുറൻസ് കമ്പനി, ദാറ്റ് ഈസ് പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെമിനിറ്റി കമ്പനി, അവർ ഒരു ലെറ്റർ ഓഫ് ഇൻഡെമിനിറ്റി അവർ ആ കോടതിയിൽ കൊടുക്കും. ഒരു എക്സ് എമൗണ്ട് ഓഫ് $1 million, ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് അവരവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അവർ ഈവൻ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവർ ദേ വിൽ ഗിവ് എ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്. ഇത്ര എമൗണ്ടിന് തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് ഞങ്ങളവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ കോസ്റ്റൽ സ്റ്റേറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മുടെ നഷ്ടപരിഹാരത്തിന് നമ്മൾ ആ ഫോറത്തിൽ അപ്രോച്ച് ചെയ്തതായിട്ട് വരും. അവർ ഒരു ലോ ഫോമിനെയോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു അതോറിറ്റിയെയോ ഇംഗ്ലണ്ടിൽ അപ്പോയിൻറ്റ് ചെയ്യുകയും നമ്മുടെ കോസ്റ്റൽ സ്റ്റേറ്റിനുണ്ടാകുന്ന എല്ലാവിധ നാശനഷ്ടങ്ങളും പരിഹാരങ്ങളും എല്ലാം അവിടെ നമ്മൾ റേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഫർദറായിട്ട് ഡിലേ ചെയ്താൽ അതാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരാശങ്ക. കാരണം വൺസ് ഒരു ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ വന്നാൽ നമ്മുടെ ഇവിടെ ഒത്തിരിയധികം ഇമ്പോർട്ടേഴ്സ്, MSCയിൽ ഒത്തിരിയധികം ഇമ്പോർട്ടേഴ്സ് വരുന്നുണ്ട്. അവരുടെ ക്ലെയിം മുഴുവനും ഇവിടെ ഈ കോടതികളിൽ അഡ്ജൂഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതടുത്ത് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വന്നാൽ ഈ പറയുന്ന ക്ലെയിം മുഴുവനും നമ്മൾ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവർ പറയും ഇന്ന ലോ ഫോമിനെ ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ക്ലെയിം മുഴുവനും അവിടെ നിങ്ങൾ പരാതി ഉന്നയിക്കുക. അവർ ആ ക്ലെയിം പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ അഡ്ജൂഡിക്കേഷൻ അവിടെയായിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെമിനിറ്റി ക്ലബ്ബാണ് അവരുടെ ഇൻഷുറൻസ് എങ്കിൽ ഈ കപ്പൽ ഉടമയും പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെമിനിറ്റി ക്ലബ്ബിലെ ഇൻഷുറൻസും തമ്മിലൊരു ധാരണയുണ്ടാവും. ഇവരുടെ ഡിസ്പ്യൂട്ട്സ് ഏത് ജൂറിസ്ഡിക്ഷനിലാണ് അത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ജൂറിസ്ഡിക്ഷൻ ഫൈനലൈസ് ചെയ്യുക. പിന്നീടുള്ള തർക്കങ്ങളെല്ലാം പിന്നീടാണ് തീരുമാനിക്കേണ്ടിയിരിക്കുന്നത്. അവർ അങ്ങനെ ഒരു ആൻറ്റി സൂട്ട് ഇൻജങ്ഷൻ വന്നാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എപ്പടി ഇരിക്കുന്നത് കാര്യങ്ങൾ കോസ്റ്റൽ സ്റ്റേറ്റ് പണി വാങ്ങും. അതായത് ഇവിടെ കോസ്റ്റൽ സ്റ്റേറ്റ് കേരളമാണ്. നമ്മുടെ റിസോഴ്സുകൾ ഒരുപാട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് വരുന്ന ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് ഒരുപാട് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഇവിടെ ഈ 2 അപകടം കാരണം വരുന്നുണ്ട്.
ഒരപകടം നടന്ന് അതിൽ 4 ദിവസം കൊണ്ട് തീരുമാനം എടുക്കുക. അതിൻ്റെ ക്യാപ്റ്റനെ പോലും ചോദ്യം ചെയ്തിട്ടില്ല. 4 ദിവസം കൊണ്ട് തീരുമാനം എടുക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, MSC നമ്മളെ ആള്. വിഴിഞ്ഞം പോർട്ടിന് മെയിനായിട്ട് സാധനങ്ങൾ വരുന്ന MSCൻ്റെയാണ്. മച്ചാ ബന്ധമാണ്. പിന്നെ അദാനിയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് കാണും. വിഷയമൊന്നുമില്ല, അവർ ക്ലെയിം ചെയ്ത് പൈസ വന്നോളുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്? അവർ ഇഞ്ചക്ഷൻ സൂട്ടൊക്കെ എടുത്ത് വെയിൽസിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ കേസ് നടത്തുമ്പോൾ ഇവിടുന്ന് ഈ ക്ലെയിമുമായിട്ട് എല്ലാവരും കയറി പോകണം. കോസ്റ്റൽ സ്റ്റേറ്റും കയറി പോകണം. ഇതിൽ ഇമ്പോർട്ട് ചെയ്യാൻ സാധനങ്ങൾ വിട്ട ആളുകൾ കയറി പോകേണ്ട ഒരവസ്ഥയ്ക്ക് കാര്യങ്ങൾ മാറും. ഇതെന്ത് നാടോ? എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിപ്പോഴും കേസ് എടുക്കാതെ? കോസ്റ്റൽ സ്റ്റേറ്റിന് കേസ് എടുക്കാൻ പറ്റും ഇതിൽ? അതിന് വകുപ്പുണ്ട്. വകുപ്പില്ലാത്ത വിഷയങ്ങളില്ലല്ലോ. ഇവിടെ പൊല്യൂട്ടർ പേയ്സ് പ്രിൻസിപ്പൽ, PPP, 3P എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് കപ്പൽ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ സമീപകാല സംഭവങ്ങൾ, അവയുടെ പാരിസ്ഥിതികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ, ഒപ്പം മലിനീകരണം നടത്തുന്നയാൾ പണം നൽകണം. അതാണ് പൊല്യൂട്ടർ പേയ്സ് പ്രിൻസിപ്പൽ. ഓക്കെ, അങ്ങനൊരു സാധനമുണ്ട്. ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. അപകടങ്ങളും സ്ഫോടന സാധ്യതകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കേരള തീരത്ത് 2 കപ്പലടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇവയിൽ എന്തെങ്കിലും നേരിട്ടുള്ള സ്ഫോടനമായിരുന്നെങ്കിലും സ്ഫോടനത്തിന് സാധ്യതയുള്ളതും ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായ സംഭവങ്ങളായിരുന്നു. സിംഗപ്പൂർ ചരക്ക് കപ്പലിൻ്റെ തീപിടുത്തം. സംഭവം സിംഗപ്പൂർ ആസ്ഥാനമാക്കിയുള്ള ചരക്ക് കപ്പലാണെങ്കിൽ കേരള തീരത്ത് വെച്ചാണ് തീ പിടിച്ചത്. ഇനി വിഷവാതകങ്ങൾ. ഓക്കെ, കപ്പലിലെ ചരക്കുകൾ, ഇന്ധനം, ബാക്കി സാധനങ്ങൾ കത്തുമ്പോൾ അതിൽ നിന്ന് ഉയരുന്ന പുക, അത് തീരത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ, എണ്ണച്ചോർച്ച, ഓയിൽ സ്പില്ലിനെ കുറിച്ച് പിന്നെയും നമുക്ക് കുറച്ചും കൂടി അറിയാം. കാര്യങ്ങൾ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് കേട്ടിട്ടും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഈ ചരക്ക് കപ്പൽ കൊണ്ട് വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ, പ്ലാസ്റ്റിക് കണികകളും രാസവസ്തുക്കളും തകർന്ന കപ്പലിൽ നിന്ന് പ്ലാസ്റ്റിക് കണികളും രാസവസ്തു നമ്മൾ കണ്ടതാണ്. MSC തകർന്ന സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ചെറിയ ബോളുകൾ വന്ന് നമ്മൾ കണ്ടതാണ്. മത്സ്യബന്ധനത്തെ ബാധിക്കുന്നു. കടലിലെ മലിനീകരണം മത്സ്യ സമ്പത്തിനെ കുറയ്ക്കും. ഇപ്പം സീസണാണ്, ജൂൺ ജൂലൈ. എന്തിനാണ് ട്രോളിംഗ് നിരോധനം അടക്കം വെക്കുന്നത്? എന്തിനാ? ഇപ്പം ആ സമയത്താണ് ഇപ്പോൾ 2 മേജർ ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ മെയിൻ സാധനം, ടൂറിസ്റ്റിന് തിരിച്ചടി. ഓക്കെ, തീരത്ത് മാലിന്യം അടിഞ്ഞു കൂടുന്നത് തീരദേശ ടൂറിസ്റ്റിന് വലിയ തിരിച്ചടിയാണ്. ടൂറിസം മേഖല തകരും. ശുചീകരണ ചെലവ്, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ സർക്കാരിന് കൃത്യമായ പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പൽ അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ കപ്പലിൻ്റെ ഓണേഴ്സിൻ്റെ അടുത്ത് കേസിന് പോയി നമുക്ക് എത്രയൊക്കെയാണോ നഷ്ടങ്ങൾ വരുന്നത്, നമ്മൾക്ക് ഇവിടെ എന്തൊക്കെയാണോ ആവശ്യങ്ങളുള്ളത്, ആ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പൈസ മേടിക്കാൻ പറ്റും. കാരണം ഉത്തരവാദിത്തം കംപ്ലീറ്റ്ലി കിടക്കുന്നത് എവിടെയാണ്? ഈ കപ്പലുകൾക്കാണ്. അത് ചെയ്യാൻ സർക്കാർ റെഡിയല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്തടേ കാര്യം? പിന്നെ ഈ ഇന്ത്യയിലെ ഈ PPP ഈ നിയമം വെച്ചിട്ട് ഇതിനു മുമ്പും നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010 പല കേസുകളിലും PPP ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ മലിനീകരണം ഉണ്ടാക്കുന്ന വ്യക്തികളിൽ നിന്നോ കമ്പനികളിൽ നിന്നോ നഷ്ടപരിഹാരങ്ങൾ പൂർണ്ണമായും മേടിച്ചെടുത്തിട്ടുണ്ട് പല കേസുകളിലും. അതിൻ്റെ കേസിൻ്റെ റെഫറൻസൊക്കെ ഞാനിവിടെ സൈഡിൽ എന്ത് ചെയ്യാം, ചെറുതായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ കേസുകൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻസ് നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ തപ്പിയെടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ആരും പൊല്യൂട്ടേഴ്സ് പേ പ്രിൻസിപ്പളിനെ കുറിച്ചിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഓക്കെ, അപ്പം ഞാനാണെന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് നമ്മളിങ്ങനെ കുറേ പോയി നോക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാരണം ഇത് നമുക്ക് അറിയില്ല. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയാസിനാണെങ്കിലും സാധാരണ ജനങ്ങൾക്കാണെന്നുണ്ടെങ്കിലും രാഷ്ട്രീയക്കാർക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ മറൈൻ നിയമങ്ങളെ കുറിച്ചിട്ടോ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്കൊരു പിടുത്തവുമില്ല. കാരണം നമ്മളെ കേട്ടുകളിലും നമ്മളെ ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമല്ല അത്. പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം, ഇതിലൊക്കെ കൃത്യമായി ആക്ട് ചെയ്യണം, നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വിഴിഞ്ഞം പാലത്തെ ഒരു പോട്ട് അവിടെ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇനിയും
ഇതേപോലത്തെ എന്തെങ്കിലും അപകടങ്ങൾ നമ്മളുടെ കോസ്റ്റൽ ഏരിയാസിൽ വന്നു കഴിഞ്ഞാലൊക്കെ വരാതിരിക്കട്ടെ, പക്ഷെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആക്ട് ചെയ്യണം, എന്ത് ചെയ്യണം, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ റിക്കവർ ആവാൻ ആരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണം, അറ്റ്ലീസ്റ്റ് അതെങ്കിലും അറിയണ്ടേ. അല്ലാതെ ഈ കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സർക്കാർ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അപകടം ഉണ്ടാക്കിയ കപ്പലുകാരൊക്കെ ഒരു കാര്യം ചെയ്യും, മറ്റേ ഈ ഇൻഷുറൻസ് കമ്പനി ഇതുണ്ടല്ലോ നാഷണലിലോ ഓറിയൻറ്റിലൊക്കെ കയറി പോകണം, അതിൽ രാവിലെ സർക്കാർ മറ്റേ ചീട്ടും കൊണ്ടുപോയിട്ട് ഒന്ന് പാസ്സാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇതെന്താ അറിയോ, സർക്കാർ കുറച്ച് കാലം ഈ മത്സ്യത്തൊഴിലാളികളെയും കടലിലെ മക്കളെയൊക്കെ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ഫണ്ട് പാസ്സാക്കിയിട്ട് 700, 500, 1000 എന്ന് പറഞ്ഞ് കൊടുത്ത് കുറച്ച് കാലം നിർത്തും, 2-3 മാസം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി നിർത്തും, ഫണ്ടില്ല, അതിനോട്ട് പോവും. തീരദേശത്ത് താമസിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഡിസീസുകൾ ഈ വിഷയം കാരണം, മനസ്സിലായോ, പല രീതിയിലുള്ള ഇമ്പാക്റ്റുകളാണ്. എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് പല രീതിയിൽ, നമുക്ക് പഠനം പോലും ഇല്ല നമുക്ക് പ്രോപ്പറായിട്ട് ഇതിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് വരും എന്നുള്ളത്. ആർക്കും ഒരു ഐഡിയ ഇല്ല. എന്തിന് കപ്പലിനകത്തിരിക്കുന്ന സാധനത്തിനെ കുറിച്ച് തന്നെ നമുക്ക് ഐഡിയ ഇല്ല. എത്രയോ നമ്പർ ഓഫ് കണ്ടെയ്നർ ക്യാഷ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു MSC എൽസയിൽ. അതിവിടെ അണ്ടിപ്പരിപ്പാക്കി ക്യാഷ്യൂനട്ടാക്കിയ ആൾക്കാരാണ്. അപ്പം പിന്നെ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ആർക്കും ഇല്ല. അറ്റ്ലീസ്റ്റ് ഐഡിയ ഉള്ള ഒരു കാര്യമാണ്, ആരാണോ അപകടത്തിന് കാരണമായിട്ടുള്ള ആ വെസലിൻ്റെ ഓണേഴ്സ് കമ്പനി, അവരിൽ നിന്ന് കോസ്റ്റൽ സ്റ്റേറ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് വരുന്ന എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പാക്റ്റിനും നമ്മൾ കൊടുത്ത റിസോഴ്സുകൾ അതിനൊക്കെ പൈസ മേടിച്ചെടുക്കുക എന്നുള്ളത് അറ്റ്ലീസ്റ്റ് അതൊരു കോമൺ സെൻസ് പരിപാടിയാണ്. അതുപോലും ചെയ്യുന്നില്ല. അപ്പോഴും ഇൻഷുറൻസ് സ്കീം മറ്റേ ഓച്ചാരം തരുന്ന വിചാരിച്ചിട്ട് പഞ്ചമിച്ചടക്കി ഇങ്ങനെ കയ്യിൽ നിന്നിട്ട് നിൽക്കുക. ഇവരൊക്കെ നാട് ഭരിച്ച് കുറേ ഉണ്ടാക്കും.